രാമേട്ടാ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളെന്നെ വീട് അന്വേഷിച്ച് നടക്കണ്ട. എന്താന്നറിയോ, എന്റെ ഒരു ഫ്ലാറ്റ് ഇവിടെ ഇല്ലേ, അന്നാ 95 ലക്ഷത്തിന് വാങ്ങിയതേ. നിങ്ങൾക്ക് മക്കൾക്കും അവിടെ നിൽക്കാം. നിങ്ങളെ മക്കളെ നന്നാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. കൂട്ടത്തിൽ നിന്നെയും. മനുഷ്യന്റെ ഊപ്പാട് വന്നു. എ ബ്ലോക്ക്, ബി ബ്ലോക്ക്, സി ബ്ലോക്ക്, ഡി ബ്ലോക്ക്. ഇവന്റെ അവസ്ഥയെന്ന് നോക്കിയേ. ഇയാളെങ്ങോട്ട് നമ്മളെ കൊണ്ടുപോണത്? ആ, എന്തൊരു മനുഷ്യൻ. ഇയാളുടെ കൂടെ കൂടെ ജീവിതം നായനാക്കി. ഇത് കണ്ട, ഇതാണ് ഡി ബ്ലോക്ക്. കാണിക്കാനാണ് കൊണ്ടുവന്നത്. ഇതൊരു കാര്യം പറയാം. എന്താന്ന് വെച്ചാ ഇവിടെയും വല്ല കോപ്രായോ ഒപ്പിച്ചിട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ ഇനി ഭൂലോകത്തൊരു സ്ഥലം കിട്ടുകയെന്ന് വേണ്ട. ഇത് അവസാനത്തെ അത്താണിയാണ്. മുറുക്കെ പിടിച്ചോണം കേട്ടാ. ഞാൻ മിടുക്കനാ. നീ എന്ത് പണിയോടെ കാണിച്ചേ? ഞാൻ ഓഫീസ് പോകാതെ എത്ര സമയമാണ് ഇവിടെ കാത്തിരിക്കുന്നത്? ഈ ഗുദാമ കണ്ടുപിടിക്കണ്ടേ? ഇത് ഗുദാമാ? എടാ, ഇത് കൊച്ചിയുടെ സെന്ററാ. ഇത് ഞാൻ 95 ലക്ഷം രൂപയെ ചൊള്ളാന്ന് എണ്ണിക്കൊടുത്ത് വാങ്ങിയതാ. ഇത് തന്നെ കൊണ്ട് പറ്റോ ഇതുപോലെ വാങ്ങിക്കാനേ? എന്നാ കേറി വാ. അത്ര പോരാ. എല്ലാരും ഉണ്ടല്ലോ. അതെ രാമേട്ടാ, നിങ്ങളെപ്പോൾ സാധാരണക്കാർക്കേ ഇതുപോലൊരു ഫ്ലാറ്റ് വാങ്ങാൻ വലിയ പണിയായിരിക്കും. ഞാൻ 95 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങിയ എന്താന്ന് വെച്ചാല് സിറ്റിയുടെ കണ്ണായ സ്ഥലമായതുകൊണ്ടാ. ഇതുപോലൊരു സ്ഥലം 95 ലക്ഷം രൂപക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ലാഭമല്ലേ? ഈ 95 ലക്ഷം രൂപ കൊടുത്തെങ്ങനെയാണെന്നറിയോ? എന്റെ അത് ചേഞ്ച് ഇല്ലാത്തോണ്ട് 1 കോടി രൂപ ഞാൻ ആദ്യം കൊടുത്തു. എന്നിട്ട് 5 ലക്ഷം അവര് തിരിച്ചു വരിക ചെയ്തത്. ഈ 95 ലക്ഷം രൂപ 95 ലക്ഷത്തിന് വാങ്ങിയെങ്കിലും ഇതിന്റെ സ്പേസ് കുറവാ. ഈ റൂം മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഞാനും എന്റെ ഭാര്യ താമസം. ഇനി അവിടെ ഒരു റൂമുണ്ട്, അത് എന്റെ മോള് താമസിക്കുന്ന. പക്ഷേ എന്റെ മകളിപ്പം ബാംഗ്ലൂരാ. ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് താമസിക്കാം. തന്റെ മക്കളല്ലേ? നല്ല അടിപൊളി കുഞ്ഞു റൂം. കോഴിക്കോട് പോലെ ഇരിക്കുന്നു. കോഴിക്കോട് പോലെ ഇങ്ങനത്തെ കോഴിക്കോട് ഉണ്ടാവൂല. അതെ, എടുക്കണോക്കെ വൈറ്റിലെ ഫ്ലാറ്റിൽ താമസിച്ചേ എനിക്കുണ്ടല്ലോ ടെൻഡൻസി വരുന്നു. തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ, ഞാൻ 95 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ഫ്ലാറ്റാന്ന് നിനക്കറിയാലോ. അതിനെന്തെങ്കിലും കുഴപ്പം പറ്റിയാല് രാമേട്ടാ, നിന്നെ എനിക്ക് വിശ്വാസം. പക്ഷേ ഇവന്മാരെന്നെ 95 ലക്ഷം രൂപന്റെ ഫ്ലാറ്റ് അങ്ങ് നശിപ്പിച്ചാ. വൈറ്റേലും കല്ലേപ്പുള്ളം കരൽ മിണ്ടി പോകരുത്. എങ്ങനെയാണ് ഒന്നും നിനക്കറിയാലോ. ഇനി പോകാൻ വേറെ സ്ഥലമില്ല. അതെ, രാത്രിയാകുമ്പോ എനിക്ക് ടെൻഡൻസി വരുമെന്ന്. എനിക്ക് പോകാൻ സമയമായില്ല ഡ്യൂട്ടിക്ക്. 95 മിനിറ്റ് ഞാൻ ലേറ്റ് ആയത് കൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെടുന്നു വെച്ചോളൂ. എന്നാ ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. 95 ലക്ഷം എനിക്കില്ലേ? എനിക്കൊരു കട്ടില് വേണം. എനിക്കൊരു കട്ടില് വേണം. അപ്പൊ രാമേട്ടനാ? രാമേട്ടൻ തറ കിടക്കട്ടാ. രാമേട്ടനല്ലേ തറ. തറവാടിയല്ല, കുർത്തം വേണം. കുർത്തം ആദ്യം പഠിച്ചത് താറ, പിന്നെ എങ്ങനെ നന്നാവാനാ പറ. എങ്ങനെ രാമേട്ടൻ എങ്ങനെ നന്നാവേണ്ടത് ഞാനല്ല, നിങ്ങളാ. പൊതുപോലെ വളർന്നില്ലേ, പക്ഷെ ബുദ്ധിയില്ല. ഒരു സ്ഥലത്ത് വന്നാ എങ്ങനെ പെരുമാറണം, എന്തെടുക്കണം, ഏതെടുക്കണം, എങ്ങനെ സ്വാധീനിക്കണം നോക്കട്ടെ. അവിടെ വന്ന് കുളമാക്കിയിട്ട് അയാൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും? ഇതൊരു കാര്യമുണ്ട്, വളരെ സൈലന്റ് ആയിട്ട് മിണ്ടാതെ നല്ല കുട്ടികളെ പോലെ ഹാളിൽ പോയിരുന്ന് എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്, ഫോൺ ചെയ്യാനുണ്ട്. നിങ്ങൾ നല്ല കുട്ടികളെ പോലെ ഇവിടെ നിന്ന് ഒഴിവായി തന്നെ. ഇനി ഭൂലോകത്തിലൊരു സ്ഥലമില്ല പോവാൻ. ഇത് ലാസ്റ്റ് സ്ഥലമാണ്. നേരെ ചൊവ്വേ നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഈ ബാഗ് എടുത്ത് വെച്ചേക്കാം. ഉപദേശം എവിടെയെങ്കിലും ഒന്ന് സെറ്റായാൽ മതിയായിരുന്നു. അതെ 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 അതെ, ആ 2 പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസ് അല്ലേ? ഒന്ന് ദേവു, ഒന്ന് അനസു. തന്നോടൊരു കാര്യം ഞാൻ പറയാം, ആ 2 കുട്ടികളും ഇന്ന് ജീവനോട് ഇരിപ്പില്ല. നിർണായകമായ ചില തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം.
കേട്ടല്ലോ, താൻ ഒരാളോടും പറയരുത്. വിതിൻ 1 month ഞാൻ എല്ലാവരെയും പൊക്കിയിരിക്കും. ഈ കുബൂസ് കുഞ്ഞപ്പനാ പറയുന്നത്. കേറി പോടാ. പാടോ പോര് 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 പോര്